ഇറാനിലെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ പ്രധാന മുഖങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന അലി ലാരിച്ചാനിയും ഗോലം രസ സുലൈമാനും കൊല്ലപ്പെട്ട സംഭവം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. യുദ്ധം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ടെൽ അവീവിനെ കീറി മുറിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന് നേരെ ഇറാൻ ക്ലസ്റ്റർ മിസൈലുകൾ തൊടുത്തത്. ഇത് ടെൽ അവീവിന് സമീപമുള്ള രാമത്ത് ഖാനിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ഈ ആക്രമണത്തിൽ 2 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും വാർത്തകളുണ്ട്. എന്നാൽ പരിക്കേറ്റവർ എത്രയെന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ടെൽ അവീവിന് സമീപം മിസൈൽ പതിച്ച് പ്രായമായ ദമ്പതികളാണ് കൊല്ലപ്പെട്ടത്. സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിനിടെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഇവർ മരിച്ചത്. ടെൽ അവീവിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ സബിദോർ സെന്ററിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഷാരോൺ, ബനേബ്രാക്ക് എന്നിവിടങ്ങളിലും മിസൈൽ ആഘാതവും പരുക്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഈ ആക്രമണത്തിൽ ഗോറം ഷഹർ വിഭാഗത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരേ സമയം ഒന്നിലധികം സ്ഫോടക വസ്തുക്കൾ വിതറാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഈ മിസൈലുകളിൽ ഘടിപ്പിച്ചിരുന്നു. ഇത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാൻ ഭരണകൂടത്തെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അലി ലാരിച്ചാനി. ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ലാരിച്ചാനിയെ കൂടാതെ ഇറാന്റെ ബാസിദ് സേനയുടെ മേധാവി ഗുലാം റസ സുലൈമാനിയെയും ഇസ്രയേൽ വധിച്ചു. ശത്രുവിന്റെ ആകാശം കൂടുതൽ വർണ്ണാഭമായിരിക്കുമെന്ന് ഇറാന്റെ ഫയർഫോഴ്സ് കമാൻഡർ സർദാർ മൗസവി മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുൻ പാർലമെന്റ് സ്പീക്കർ കൂടിയായ ലാരിച്ചാനി രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തത്. ട്രംപ് സർക്കാരുമായുള്ള ആണവ ചർച്ചകളിൽ ഇറാന്റെ പ്രധാന പ്രതിനിധിയായിരുന്ന അദ്ദേഹം മികച്ച നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനിൽ നടന്ന റാലിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിൽ സുലൈമാന് പങ്കുണ്ടെന്ന് ആരോപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നേരത്തെ അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. സമ്പത്തോ വംശമോ നോക്കാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു തരംഗമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഇറാനിലെ ബാസിച്ച് മിലീഷ്യ സേനയുടെ കമാൻഡറായി പ്രവർത്തിച്ചിരുന്ന സുലൈമാനി മാർച്ച് 17-ന് പുലർച്ചെ ലക്ഷ്യമിട്ടിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആഭ്യന്തര സുരക്ഷാ ഘടനയിൽ നിർണായക സ്ഥാനമേറ്റിരുന്ന അദ്ദേഹത്തിന്റെ മരണം ഇറാന്റെ ശക്തമായ സൈനിക സംഘടനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ജുഡീഷ്യറിയുമായി ബന്ധമുള്ള ഇറാനിയൻ വാർത്താ ഏജൻസിയായ മിസാൻ വഴിയാണ് ഈ വിവരം പുറത്തു വന്നത്. ഇതിനോടകം തന്നെ ഇസ്രയേലുമായും അമേരിക്കയുമായും സംഘർഷം ഉയർന്ന നിലയിൽ തുടരുന്ന സമയത്ത് നടന്ന ഈ സംഭവം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ ഈ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സുലൈമാനി എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം മരണപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നൽകിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെയും സൈനിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളിലൊന്നായാണ് ഈ ആക്രമണം നടന്നതെന്ന വിലയിരുത്തലാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ നടത്തുന്നത്. അതേസമയം സുലൈമാനിയുടെ മരണത്തെ രക്തസാക്ഷിത്വമെന്ന് വിശേഷിപ്പിച്ച ഇറാനിലെ ബസിദ് സേന ശക്തമായ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇതിനകം തന്നെ കടുത്ത സംഘർഷത്തിലായിരിക്കുന്ന പശ്ചിമേഷ്യയിൽ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ബാസിദ് സേനയുടെ തലവൻ എന്ന നിലയിൽ സുലൈമാനിയുടെ പങ്ക് ഏറെ വിവാദങ്ങളോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള സന്നദ്ധ സേനയായ ബാസിച്ച് ഇറാനിലെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ശക്തമായ ഘടകമാണ്. രാജ്യത്തുടനീളം ഉയരുന്ന രാഷ്ട്രീയ വിയോജിപ്പുകളും സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളും അടിച്ചമർത്തുന്നതിൽ ബാസിദ് സേന പ്രധാന പങ്ക് വഹിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം.
പ്രത്യേകിച്ച് 2009 വിവാദ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇറാനിലുടനീളം ഉയർന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിൽ സുലൈമാനിയുടെ നേതൃത്വത്തിലുള്ള സേന പങ്കെടുത്തുവെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും 2021 അദ്ദേഹത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് 2022 യുവതി മഹ്സ അമിനിയുടെ കസ്റ്റഡി മരണത്തെ തുടർന്ന് ഇറാനിലുടനീളം പൊട്ടിപ്പുറപ്പെട്ട വ്യാപകമായ പ്രതിഷേധങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുന്നതിലും ബാസിദ് സേനയുടെ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. നിരവധി മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലാക്കുകയും ചെയ്തിരുന്നു. ഈ നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന പ്രധാന സൈനിക നേതാക്കളിൽ ഒരാളായിരുന്നു സുലൈമാനി. അതിനാൽ തന്നെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സുരക്ഷാ സംവിധാനത്തിലും അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. സുലൈമാനിയുടെ ജീവിതയാത്രയും ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടനയുമായി അടുത്ത് ബന്ധപ്പെട്ടതായിരുന്നു. 1964 ഇറാനിലെ ചാഹർ മഹൽ ബക്തിയാരി പ്രവിശ്യയിലെ ഫർസാൻ പ്രദേശത്ത് ജനിച്ച അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ വിപ്ലവാനന്തര ഇറാന്റെ സൈനിക ഘടനയിലേക്ക് പ്രവേശിച്ചു. 1984 നടന്ന ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായി ബാസിദ് സേനയിൽ സന്നദ്ധ പ്രവർത്തകനായി ചേർന്നത്. യുദ്ധകാലത്ത് നിരവധി പ്രധാന സൈനിക ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത അദ്ദേഹം പിന്നീട് വിവിധ പദവികളിലൂടെ ഉയർന്ന് സൈനിക രംഗത്ത് സ്വാധീനമുള്ള നേതാവായി മാറി. ദീർഘകാല സൈനിക സേവനത്തിന്റെയും വിശ്വാസ്യതയുടെയും അടിസ്ഥാനത്തിലാണ് 2019 അദ്ദേഹത്തെ ബാസിദ് സേനയുടെ കമാൻഡറായി നിയമിച്ചത്.